നമസ്തേ. ഡിവൈൻ പവർ അല്ലെങ്കിൽ സിദ്ധി അല്ലെങ്കിൽ ഈ ഇന്നർ പൊട്ടൻഷ്യൽ എപ്പോഴാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബൃഹത്തായിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യം പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ സിദ്ധികളാണ് അവനവനിലുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം അതിനെ വളർത്തണം, അതിനെ പരിപോഷിപ്പിക്കണം. ഇങ്ങനെ എല്ലാ മനുഷ്യനും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെതായിട്ടുള്ള സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയും ലോകത്തിനൊരു നന്മയാകണമെന്നുള്ള അവൻ്റെ ഇന്നർ ഏർജിൻ്റെ ഫലമായിട്ടും ഒക്കെ മനുഷ്യൻ എപ്പോഴും ഇത് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നവർ തീർച്ചയായിട്ടും ആത്മീയതയുടെ പല തലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മൾ ബൈബിളിലേക്ക് വരുന്ന സമയത്ത് യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു ബാലനിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പിശാചുബാധയെ ഒഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ആഴത്തിൽ ആത്മീയമായിട്ടുള്ള ട്രഡീഷണൽ വ്യൂ പോയിന്റിനെ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. മത്തായിയുടെ 17-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും നമ്മൾ 20-ാമത്തെ വാക്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു ബൈബിൾ പഠനമല്ല, ഇതൊരു മത പഠനമല്ല. അതിനപ്പുറത്തേക്ക് ബൈബിളടക്കമുള്ള ഓരോ ഗ്രന്ഥങ്ങളിലൂടെയും നമ്മളിനി സഞ്ചരിക്കുന്ന വേളകളിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയതയുടെ അർത്ഥം മനസ്സിലാക്കുകയാണ്. കേവലം ലിറ്ററലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഇൻ്റലിജൻസിൻ്റെയും മനസ്സിൻ്റെയും വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറത്തേക്ക്. കാരണം പലരും ഇല്യൂഷണൽ ആത്മീയ ജ്ഞാനത്തിനെ തെറ്റായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിൻ്റെ അന്ധതയിൽ ഒരുപാട് പേരെ തളച്ചിടുകയും ചെയ്യുന്ന സമയത്ത് അന്ധതയുടെ ഈ താഴ്വരയിൽ നിന്ന് നമുക്ക് നമ്മളെ തന്നെ കരകയറ്റണമെങ്കിൽ നമ്മൾ സ്വയം വിചാരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കോമൺ ആയിട്ട് മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്ത കാലാകാലങ്ങളായിട്ട് തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ വായിക്കുകയാണ്, അധികം ദീർഘിപ്പിക്കാതെ. പിശാച് അവനെ വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? വൈ എന്നുള്ളൊരു ചോദ്യം, ഡീപ്പറായിട്ടുള്ളൊരു സ്പിരിച്വൽ സീക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ എന്താ സിദ്ധിയില്ലേ? അതില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് സിദ്ധി ആർജിച്ചു കഴിഞ്ഞാലാണ് ഞങ്ങൾക്കിത് സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബാക്കി നോക്കാം. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. സോ ഇവിടെ സാധാരണ ആൾക്കാർ പറയുന്ന വിശ്വസിക്കൂ. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കേട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വിശ്വസിച്ച് കഴിഞ്ഞാൽ നിന്റെ രോഗം മാറും, നിനക്ക് അപ്പുറത്തുള്ള ആളെക്കാളും വലിയ വീട് വെക്കാൻ പറ്റും, നിനക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് മറ്റുള്ളവരെയൊക്കെ തോപ്പിച്ചിട്ട് ടോപ്പ് നമ്പർ 1 ആകാനായിട്ട് സാധിക്കും. എന്തിനേറെ പറയുന്നു, ആ കാണുന്ന കല്ല് അല്ലെങ്കിൽ ആ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ വരെ മാറി നിൽക്കും. ഇത് പല കുട്ടികളും ഇങ്ങനെ പറഞ്ഞു നോക്കും, ഈ മല എങ്ങനെയും ഒന്നും മാറ്റാൻ പറ്റും. അവസാനം ഈ മല മാറ്റാൻ പറ്റുന്നില്ല, ഈ ചെറിയ പുൽക്കൊടിയുടെ ഒരു കഷ്ണമെങ്കിലും മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിശ്വസിച്ച് ഇവനിങ്ങനെ മനസ്സുകൊണ്ട് ട്രൈ ചെയ്യും. കാരണം ഒരു 18 വയസ്സായ പോലും ഈ ഒരു ബോധം നമുക്ക് വരില്ല. യുവാക്കൾ പോലും ചിലപ്പോൾ ട്രൈ ചെയ്യും, വയസ്സ് ചെന്ന ആൾക്കാർ ട്രൈ ചെയ്യും. മലയെ മാറി നിൽക്കുന്നില്ല, എൻ്റെ അസുഖവും മാറുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളും മാറുന്നില്ല. ഇതൊന്നും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ശാസ്ത്രീയമായിട്ട് രോഗം വന്നാൽ ചികിത്സിക്കണം എന്നുള്ളത് പോലും ചിലരെന്ത് ചെയ്യും, ഈ വചനം തെറ്റിദ്ധരിച്ചിട്ട് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങും. സോ ഈ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് എൻ്റെ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവബോധമാണ്. അതൊക്കെ പോട്ടെ, അതിനെക്കുറിച്ചല്ല ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല എന്നുള്ളൊരു തോന്നലല്ലേ എനിക്ക് വരുന്നത്. ഈ കാര്യം ഞാൻ പലതവണ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, ദൈവത്തിനെ വിളിച്ചു, യേശുവിനെ വിളിച്ചു, എന്ന് വേണ്ട ഒരു കാര്യവും നടക്കുന്നില്ല. അവസാനം മറ്റു മതങ്ങളിലുള്ള ദൈവങ്ങളെയും കൂടെ വിളിക്കാനായിട്ട് പോയി. അപ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ നടക്കും, ചെറിയ ആശ്വാസം പോലെ തോന്നും. പക്ഷെ അത് പ്രപഞ്ചം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞാലും ഞാൻ എത്ര മസിൽ പിടിച്ചാലും അതിൻ്റെ കാര്യങ്ങൾ അതിനനുസരിച്ച് നീങ്ങുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യമെന്ന് പറയുന്നത്, ഈ മനുഷ്യൻ എൻ്റെ ഉള്ളിൽ വിശ്വാസം ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരികയാണ്. ഞാൻ ഇൻഫീരിയർ ആകുകയാണ്. അപ്പം ഞാൻ ഈ പഠിപ്പിച്ച ഗുരുവിനോട് പോയി പറയുകയാണ്, എൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിട്ടും ഞാൻ ഈ പറയുന്ന കടുകുമണിയെ പോലും എനിക്ക് അനക്കാനായിട്ട് സാധിക്കുന്നില്ല. കടുകുമണിയോളം അല്ല, എൻ്റെ ഉള്ളിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിട്ട് ഇതൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഈ പഠിപ്പിച്ച ഗുരു പറഞ്ഞു കൊടുക്കുന്നത് എന്തായിരിക്കും? ഇത് നിൻ്റെ ഉള്ളിൽ നിൻ്റെ വിശ്വാസം യഥാർത്ഥമല്ല. ഒരു കുട്ടി ഇത് കേൾക്കുന്ന സമയത്ത്, ഒരു ടീനേജർ ആയിക്കോട്ടെ, ഒരു മുതിർന്നവനായിക്കോട്ടെ, എൻ്റെ ഉള്ളിൽ വിശ്വാസമില്ല, ഐ ആം ഇൻഫീരിയർ, എനിക്കതിനുള്ള കഴിവില്ല. പക്ഷേ ഈ വിശ്വാസമില്ല എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഇയാൾക്കും ഇതൊന്നും സാധിക്കുന്നില്ല. സോ ഇതാണ് കറക്റ്റായിട്ട് വ്യാജപ്രവാചകൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ആത്മീയമായിട്ടുള്ള ജ്ഞാനത്തിനെ മനസ്സിലാക്കാനായിട്ടും പറഞ്ഞു കൊടുക്കാനായിട്ടും സാധിക്കുന്നില്ല.
വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാകുന്നത്. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയുടെ ട്രഡീഷണൽ വ്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ എക്സ്റ്റേണൽ ഡിവൈൻ പവർ, അതിനെ നമ്മൾ ആശ്രയിക്കുകയാണ് മിറക്കിൾ സംഭവിക്കാനായിട്ട്, അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട്, മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട്. പൂർണ്ണമായിട്ട് നമ്മൾ ഈ ശക്തിയെ മാത്രം ആശ്രയിക്കുക, എക്സ്റ്റേണലി നമ്മൾ നോക്കുകയാണ്. എക്സ്റ്റേണലി ആണോ ശരിക്കും നോക്കേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മളിനി കാണാൻ പോവുകയാണ്. സോ ടോട്ടൽ റിലയൻസ് ഓൺ ഡിവൈൻ ഇന്റർവെൻഷൻ ടു പെർഫോം മിറക്കിൾ എന്ന് പറയുന്നതായിട്ടുള്ളൊരു അവസ്ഥ. ഡിവൈൻ ഇന്റർവെൻഷന് വേണ്ടി മാത്രം പൂർണ്ണമായിട്ടും അതിനെ ആശ്രയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ദ ലോ ഓഫ് ബിലീഫ് എന്ന് പറയുന്നത്? നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിന്റെയും അബോധ മനസ്സിന്റെയും ശക്തി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ബോധം വളർത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ ഈ സാധാരണ മനസ്സിന്റെ കോൺഷ്യസ് ആയിട്ടുള്ള ബോധാവസ്ഥയിൽ നിന്നും ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റലക്റ്റിന്റെ അവസ്ഥയിൽ നിന്നും ഈ തലങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ തന്നെ ആഴത്തിലുള്ള അവസ്ഥകളായിട്ടുള്ള സബ് കോൺഷ്യസ് ലെവലിലേക്കും അൺകോൺഷ്യസ് ലെവലിലേക്കും നമ്മുടെ ആത്മാവിനെയും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മൗണ്ടൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മെന്റൽ ബ്ലോക്സ് തന്നെയാണ്. നമ്മുടെ തന്നെയുള്ള ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീവ്സ് അല്ലെങ്കിൽ വിശ്വാസങ്ങൾ തന്നെയാണ്. നമ്മുടെ തന്നെ വൈബ്രേഷണൽ റെസിസ്റ്റൻസ് ആണ്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മളുടെ തന്നെ കോർ ബിലീഫ് സിസ്റ്റത്തിലേക്ക് അലൈൻ ആകുന്ന സമയത്ത് അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ക്ലാരിറ്റി ഉണ്ടാക്കുകയാണ്, അവബോധം ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ഞാനും എൻ്റെ ചിന്തകളും തമ്മിൽ അലൈൻമെൻ്റ് ഉണ്ടോ? യഥാർത്ഥത്തിലുള്ള ഞാനും എനിക്കിപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെന്ന് വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ അലൈൻമെൻ്റ് ഉണ്ടോ? യഥാർത്ഥത്തിലുള്ള ഞാനും എൻ്റെ കർമ്മവുമായിട്ട് എനിക്ക് അലൈൻമെൻ്റ് ഉണ്ടോ? യഥാർത്ഥത്തിലുള്ള ഞാനും എൻ്റെ ബന്ധങ്ങളുമായിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ അലൈൻമെൻ്റ് ഉണ്ടോ? യഥാർത്ഥത്തിലുള്ള ഞാനും എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ട് എനിക്ക് അലൈൻമെൻ്റ് ഉണ്ടോ? ആൻഡ് ദാറ്റ് അലൈൻമെൻ്റ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയുന്നത്. ആ അലൈൻമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ മെൻ്റൽ ബ്ലോക്സ് ആകുന്ന മൗണ്ടൻസ് അല്ലെങ്കിൽ മലകൾ മാറി നിൽക്കും എന്നുള്ളതാണ്. സോ യഥാർത്ഥ വിശ്വാസം അല്ലെങ്കിൽ അവബോധം ഉണ്ടാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇല്യൂഷൻ അല്ലെങ്കിൽ മിഥ്യയാകുന്നതായിട്ടുള്ള മലനിരകളൊക്കെ മാറി നിൽക്കുക. സോ ഒരു കടുക് മണിയോളം മതി ഈ വിശ്വാസം എന്നാണ് പറയുന്നത്. സോ എന്നെ കുറിച്ചിട്ടുള്ള ഇന്നർ സീക്കിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒരു ചെറിയ സ്പാർക്കെങ്കിലും എൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലെ സകല തടസ്സങ്ങളും മാറുമെന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലിറ്ററലി ഒരു ഫിസിക്കലായിട്ടുള്ളൊരു മൗണ്ടൻ മാറുന്നതല്ല, അത് കോസ്മിക് ലോയ്ക്ക് തന്നെ വിരുദ്ധമാണ്, അത് ആത്മീയതയ്ക്ക് വിരുദ്ധമാണ്. ഏതെങ്കിലും ഒരു പ്രശ്നമുള്ള ആൾക്ക് കൈകാലുകൾ വെച്ച് കൊടുക്കാനോ, കണ്ണിന് കാഴ്ചയില്ലാത്ത ചിലർക്കൊക്കെ കാഴ്ച ലഭിക്കുന്നുണ്ട്. ആരാ അത് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ സയൻസ് ആണ് അത് കൊടുക്കുന്നത്. അത് ആരുടെയോ യഥാർത്ഥത്തിലുള്ള കർമ്മം, യഥാർത്ഥത്തിലുള്ള അലൈൻമെന്റ് സയൻസുമായിട്ടാണെന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ഒരു ഡോക്ടറാണ് അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. സോ ഞാൻ പറയുന്നത്, എപ്പോഴാണോ നമ്മളുമായിട്ട് അലൈൻമെന്റിലേക്ക് വരുന്നത്, അതാണ് വിശ്വാസം എന്നൊക്കെ പറയുന്ന വാക്കിനപ്പുറത്തേക്ക് അവബോധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. മല എന്ന് പറയുന്നത് പുറത്തെ തടസ്സമല്ല, ഉള്ളിലെ പരിമിതപ്പെടുത്തുന്നതായിട്ടുള്ള ബിലീഫ്സ് തന്നെയാണ്. ഉപബോധ മനസ്സ് സത്യമെന്ന് വിചാരിക്കുന്നത് ജീവിതത്തിൽ പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും. സംശയം മനസ്സിനെ വിഭജിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വ്യക്തമായിട്ടുള്ള വിശ്വാസം എല്ലാത്തിനെയും ഏകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് വെറും പ്രതീക്ഷയല്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവബോധമാണ്. ആന്തരിക വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ യോജിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്നുള്ളതാണ്. അവസരങ്ങൾ തുറന്നു വരുന്നു. പരാജയത്തെ തിരിച്ചറിവായിട്ട് കാണുന്ന സമയത്ത് മലകൾ ചെറുതാകുന്നു. യഥാർത്ഥ അത്ഭുതം എന്ന് പറയുന്നത് ലോകത്തെ മാറ്റുന്നതിലല്ല, നമ്മുടെ ബോധത്തിനെ മാറ്റുന്നതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.